നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്തത് തൃശൂർ ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ തനതായ സ്ഥാനം അടയാളപ്പെടുത്തിയ ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്നു കിടക്കുന്ന വിശ്വപ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും തനതായ സംഭാവനകൾ നൽകിയ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര പുരോഗതി യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 10 വർഷമായി വിവിധ സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നിരവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ മനുഷ്യ വിഭവശേഷി വികസനം വരെ നീളുന്ന പലതരം പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. പൊതുമരാമത്ത്, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജ്ജം, ജലവിഭവം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത നാളുകളിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ആസ്തി വികസന ഫണ്ട് കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 10.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളും ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളും. ഈ 2 സ്കൂളുകൾക്കും 1 കോടി രൂപ വീതം നൽകി പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയായ വെള്ളപ്പൊക്കത്തിന് എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന റോഡ് എന്ന രീതിയിലാണ് മൂർക്കനാട് നിന്നും കാർളത്തേക്കും കാർളത്തു നിന്ന് കാട്ടൂരിലേക്കും പോകുന്ന റോഡ്. ആ റോഡിൻ്റെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടി പുത്തൻതോട് മുതൽ കാട്ടൂർ വരെയുള്ള ഒരു 18 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന് 48 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ മുൻ മന്ത്രിയായിരുന്ന PK ചാത്തൻ മാസ്റ്ററുടെ പേരിലുള്ള റോഡ് നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ആളൂരിലെ കല്ലറ്റിങ്കലിൽ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിന് 1,13,00,000 രൂപ കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പറയങ്കടവ് പാലം കാട്ടൂരിനെയും അതുപോലെ തന്നെ ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തെ കയ്പമംഗലം മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന
പറയങ്കടവ് പാലത്തിന് കിഫ്ബി വഴി പണം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു സർവ്വതോന്മുഖമായിട്ട് വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധ തലങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായം വഴിയുണ്ട്, ആർത്തി വികസന ഫണ്ടിൻ്റെ ഉണ്ട്, സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഉണ്ട്. ഇതെല്ലാം കൂടി വലിയ വികസനത്തിൻ്റെ മുന്നേറ്റമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടുകളായി ഇരിങ്ങാലക്കുടക്കാരുടെ പ്രധാനപ്പെട്ട സ്വപ്നമായിരുന്നു ഡാണ ചന്തക്കുന്ന് റോഡിൻ്റെ വികസനം. അതിന് 17 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KSTP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെയാണ് 7 നില ബിൽഡിംഗ് പുതിയതായി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ജനറൽ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 നില കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുന്നതോടുകൂടി ഈ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആശുപത്രി എന്ന രീതിയിലേക്ക് നമ്മുടെ ജനറൽ ആശുപത്രി മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോടതികളിൽ ഒന്നായി ഹൈക്കോടതി സമുച്ചയം കഴിഞ്ഞാൽ രണ്ടാമത്തെ കോടതി സമുച്ചയമായി ഇരിങ്ങാലക്കുടയിലെ കോടതി സമുച്ചയം മാറുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇരിങ്ങാലക്കുടയുടെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നമുക്ക് നവീകരിക്കാൻ കഴിഞ്ഞു. BMBC ടാറിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രാമീണ റോഡുകൾ മുഖ്യമന്ത്രിയുടെ സഹായത്തോടു കൂടി നിരവധി റോഡുകളാണ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മുടെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയോട് കൂടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടമാണ് നടക്കുന്നത്. ഇത് നമ്മുടെ 4ാം വർഷം പൂർത്തീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് വലിയ ഊർജം പകരുന്നതാണ്. ഇടതുപക്ഷ സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ജനങ്ങളാകെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര മലപ്പുറം ജില്ലയുടെ ഭരണ വിദ്യാഭ്യാസ വാണിജ്യ സാംസ്കാരിക കേന്ദ്രമായ മലപ്പുറം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കുന്നതിന് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി നടപ്പാക്കുന്നത് 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ്.
വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, കുടിവെള്ളം, കായികം, സാംസ്കാരികം, റവന്യൂ സേവനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വികസന മുന്നേറ്റങ്ങൾ മലപ്പുറം പട്ടണത്തിനും മണ്ഡലത്തിനും പുതിയ മുഖം നൽകുകയാണ്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വികസനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ കാണുന്ന വികസനം അധികം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ളതാണ്. കാരണം നമുക്കറിയാം, പൊതുമരാമത്ത് വകുപ്പിൽ ഹൈവേ റോഡുകളെ പോലെയുള്ള അതെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൻ്റെ ഒരു മുഖച്ഛായം തന്നെ മാറ്റാൻ ഈ കിഫ്ബി ഫണ്ട് കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മലപ്പുറം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും കോടിക്കണക്കിന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മാറ്റങ്ങൾ കുറേ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പൊതുമരാമത്താവട്ടെ, വിദ്യാഭ്യാസം ആവട്ടെ, അതുപോലെ ജലസംഭരണികളാവട്ടെ, എല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മലപ്പുറം മണ്ഡലത്തിൽ മാറ്റം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ ഈ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുള്ള കെട്ടിടത്തിന് വേണ്ട ഫണ്ടുകളെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. തീർച്ചയായിട്ടും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ, അതുപോലെ തന്നെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 4 കോടി രൂപ, അത് മിക്ക മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കാണുന്ന എല്ലാ സ്കൂളുകൾക്കും ഇതുപോലെയുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ഈ കിഫ്ബി ഫണ്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മുടെ നാടിന് വളരെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അനേകം ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം ടൗണിലെ മെയിൻ ട്രാഫിക് ജാമായിരുന്ന കോട്ടപ്പടി ഓവർ ബ്രിഡ്ജിന് 19 കോടിയോളം
കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കോണുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ, പ്രയാസങ്ങളും ആ ബ്രിഡ്ജിന് ഉണ്ടാവുമെന്നത് കൊണ്ട് മാത്രമാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെ കിഫ്ബി ഫണ്ട് കൊണ്ട് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് കഴിയും. കടലുണ്ടി പുഴയുടെ പല ഭാഗങ്ങളിലായും ആനക്കായം പഞ്ചായത്തിൽ തടയണ വന്നു. അത് പന്തല്ലൂർ ഭാഗങ്ങളിൽ എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ തടയണകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതെല്ലാം ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ പദ്ധതികളാണ്. അതും തന്നെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗത്തുകൊണ്ട് ഉണ്ടായതാണ്. വികസന തുടർച്ച അടുത്തതായി യാത്ര ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലൂടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാട് കൈവരിക്കുന്ന പുരോഗതിയാണ് അവിടുത്തെ ജനജീവിതത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മികച്ച ആശുപത്രികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങൾ, സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, കാര്യക്ഷമമായ സർക്കാർ സേവനങ്ങൾ എന്നിവ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചു. കിഫ്ബിയുടെ സഹായത്തോടെ മണ്ഡലത്തിൽ നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൽ റോഡ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി. 26 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ളത്. നിലയിലായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഹോസ്പിറ്റലാണ് ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത്. മറ്റ് ഭൗതിക എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും.
വികസന പ്രവർത്തനത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബാലുശ്ശേരിയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്തിൻ്റെ പരിധിയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട് 2020 ഫസ്റ്റ് ഗഡു ലഭിക്കുകയും അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കുറേ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് പുതിയ ബിൽഡിങ് ആരംഭിക്കുക, പഴയ ബിൽഡിങ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു എൽ ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ് ആരംഭിച്ചത്. ആ എൽ ഷേപ്പിലുള്ള ബിൽഡിങ് ആരംഭിക്കുന്ന സമയത്ത് താഴെ ഭാഗം പാർക്കിങ്ങും അതിൻ്റെ മുകളിലോട്ട് 3 നിലയിലായിട്ട് ആണ് ബിൽഡിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. ആ ബിൽഡിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള സ്കാനിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രസവത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് അത് ഉയർത്തിയെടുക്കാൻ കഴിയും. സാധാരണക്കാർക്ക് നിത്യവും എത്തിച്ചേരുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.